ഹായ്, കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു അല്ലേ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ അധികം വൈകാതെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് കാണും. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൽ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫീസ് നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ കോളേജിലെയും കോഴ്സും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് നമ്മൾ എടുത്തു, ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് കാണാം. ആ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ കോളേജ് ആൻഡ് കോഴ്സ് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളുടെ ഒരു പ്രിഫറൻസ്, ഓർഡർ ഓഫ് പ്രിഫറൻസിലാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എത്ര നമ്പർ ഓഫ് ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിന്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് സേവ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് ആ ഓർഡറിൽ വ്യൂ ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ള ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ഷെഡ്യൂളിൽ. ഇനി അതിനുശേഷം നമ്മൾ ഇത് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് കോളേജ് ആണ് അലൗഡ് ചെയ്യാന്നുള്ളത് മനസ്സിലാവുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻസിന്റെ അല്ലെങ്കിൽ പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കാണാൻ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.